ഇന്ന് ഞങ്ങൾ വെളുപ്പിനെ അമ്മയും മോളും കൂടി ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ, നമ്മുടെ തൊട്ടടുത്ത് എറണാകുളത്തേക്കാണ് കേട്ടോ. ട്രെയിനിലായതുകൊണ്ട് യാത്ര കുറച്ച് എക്സൈറ്റിംഗ് ഒക്കെയാണ് സാനുക്കുട്ടിക്ക്. കയറിയിട്ടൊക്കെ ഉണ്ട് ഇതിനു മുമ്പ്, എന്നാലും ഓരോ പ്രാവശ്യവും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിൻ യാത്രകൾ. ജനറൽ കമ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു സമയം കഴിഞ്ഞ് ഞങ്ങൾക്ക് സൈഡ് സീറ്റ് കിട്ടിയത് കേട്ടോ. അങ്ങനെ ഒരു 2 മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ എറണാകുളത്ത് എത്താറായി. ട്രെയിൻ കുറച്ച് നേരം നിർത്തിയിട്ടേക്കുമായിരുന്നു കേട്ടോ. അവിടെ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടൊരു കൂട്ടുകാരിയാണ്. ഇത് കൃഷ്ണ എന്നാണ് ആളുടെ പേര്. ആൾക്കൊരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അയാളും കോട്ടയംകാരിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കമ്പനിക്ക് അടിച്ച് റെയിൽവേ സ്റ്റേഷന് വെളിയിലേക്ക് പോകുമ്പോഴാണ് ആ ഒരു കാഴ്ച. നല്ല രസമല്ലേ കാണാൻ. മെട്രോ കണ്ടിട്ടും കയറിയിട്ടൊക്കെ ഉണ്ടെങ്കിലും കോട്ടയം എറണാകുളം തമ്മിൽ വലിയ ദൂരം വ്യത്യാസമൊന്നുമില്ല. എന്നാലും വർഷത്തിൽ 1-2 പ്രാവശ്യം മാത്രമേ മാക്സിമം നമ്മൾ ഈ എറണാകുളത്തേക്ക് വരുന്നുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ എളുപ്പം ഈ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് തോന്നും. പ്രത്യേകിച്ച് എൻ്റെ യാത്ര സാനിക്കുട്ടിയുടെ കൂടെ ആകുമ്പോൾ. കുഞ്ഞു കുഞ്ഞു യാത്രകളാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുവരെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. നമുക്ക് എറണാകുളത്ത് MG റോഡിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ MG റോഡിലേക്ക് എത്തി കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും നാവിന്ന് പോയിട്ടില്ല. കാരണം അത്രയും കിടിലൻ ഫുഡായിരുന്നു. താൽ കിച്ചൺ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. എറണാകുളം MG റോഡ് സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ് താൽ കിച്ചൺ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇത്രയും നേരമായിട്ടും നമ്മൾ എന്തിനാണ് എറണാകുളം എത്തിയിരിക്കുന്നതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലേ. വഴിയേ പറയാം. സാനുക്കുട്ടിക്ക് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ എറണാകുളത്ത് എത്തിയിരിക്കുന്നത്. 11 മണിയാകുമ്പോഴാണ് അവരുടെ ഓഫീസിൽ എത്തേണ്ടത്. അതിനു മുമ്പ് അവൾക്കൊരു ഷൂ മേടിക്കാനുണ്ട് കേട്ടോ. അപ്പം അതിന് തൊട്ട് അടുത്തുള്ള കുഞ്ഞുകടകളൊന്നും ഓപ്പൺ അല്ല. പിന്നെ സെൻട്രൽ മാൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു എന്നെയാണല്ലോ, ഞങ്ങൾ 9:30 ആയതേ ഉള്ളൂ, 1.5 മണിക്കൂർ എങ്ങനെയുണ്ട്. അപ്പം കുറച്ച് നേരം സാനുക്കുട്ടിയായിട്ട് മാളൊക്കെ ഒന്ന് കാണാം എന്നൊക്കെ ഓർത്തു കേട്ടോ. സെൻട്രൽ മാളിൽ ഞാൻ പണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഒത്തിരി നാൾ കൂടിയാണ് വരുന്നത്. നല്ല രസമായിട്ട് അവിടെ കയറുമ്പോഴേ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. നല്ല ഒരു ദിനോസറിൻ്റെ ഒരു ഇതൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നല്ല ഒറിജിനാലിറ്റി തോന്നും. പിന്നെ ഞങ്ങൾ സ്ഥിരം ഫോട്ടോ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങ് നടന്നു കേട്ടോ. സാനുക്കുട്ടിക്ക് ഒരു മോഡൽ ഷൂട്ടിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര പോലെയുള്ള ആപ്സിൻ്റെ കിഡ്സ് മോഡലായിട്ട്. ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്ലൈ ചെയ്തപ്പോഴൊന്നും നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാണേലും ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒരു 2 മാസം മുൻപത്തെയാണ്. അപ്പോൾ അവിടെ 11 മണിയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ അവളെ ഇവിടെ ഒന്ന് കയറ്റി ഒന്ന് ഹാപ്പിയാക്കി ഷൂ ഒക്കെ മേടിച്ച് പയ്യെ വെളിയിൽ ഇറങ്ങാനായിരുന്നു ഉദ്ദേശം. അങ്ങനെ ഞങ്ങൾ ആ ഒരു മാൾ മുഴുവൻ ചുറ്റി നടന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു ഷൂ നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ തന്നെ സമയം ഒരു 10:30 ആകാറായേ. പിന്നെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഒരു ഷോപ്സൊക്കെ തുറന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു ചെരുപ്പൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഓഫീസിലെത്തി കേട്ടോ. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു ആംബിയൻസിലാണ് കേട്ടോ ഓഫീസും കാര്യങ്ങളും എല്ലാവരും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റാഫ്സിൻ്റെ ഇടപെടലൊക്കെ ആണെങ്കിൽ തന്നെ വളരെ നല്ല രീതിയിലാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡ്രസ്സ് എത്താൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, വേറെയും കുറച്ച് കുട്ടികൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരെ ഇവിടെ മോഡലിങ്ങിന് വരുന്നുണ്ട് കേട്ടോ. സാനുക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് അവിടുത്തെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കുട്ടികളുടേതായ രീതിയിൽ അവരോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് കംഫർട്ടബിൾ ആക്കിയാണ് അവർ മേക്കപ്പ് കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ കേട്ടോ. സത്യത്തിൽ ഒരു 2 മാസം മുമ്പ് എടുത്ത വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്രയും ലേറ്റായിട്ട് ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ഈ ഒരു ഡ്രസ്സിൻ്റെ പോസ്റ്റ് ആമസോണിൽ വന്നതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വ്ളോഗുമായിട്ട് വരാൻ കുറച്ച് ലേറ്റായി പോയത്. സാനുക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ കുഞ്ഞുങ്ങളുടെ സന്തോഷം കാണുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് അതിലും വലിയ സന്തോഷമല്ലേ. അപ്പം അവളുടെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഹെയർ സ്റ്റൈൽസ് നോക്കുക കേട്ടോ. ഓരോ രീതിയിൽ അവളുടെ മുടി കെട്ടി അവൾക്ക് ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത് എന്നുള്ളത് അവർ ചെക്ക് ചെയ്യാണ്. ആദ്യം ഇങ്ങനെ ഒന്നിച്ച് മുടി എടുത്ത് ഒറ്റയ്ക്ക് കെട്ടിയൊക്കെ നോക്കിയിട്ടോ. അങ്ങനെ പല രീതിയിൽ മുടി കെട്ടിയൊക്കെ നോക്കിയിട്ട് അവസാനം മുടി ഒന്ന് അഴിച്ചിട്ട് നോക്കിയപ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി. അങ്ങനെ അതാണ് അവസാനം ഫിക്സ് ചെയ്തത്. ഇതാണ് സാനുക്കുട്ടിയുടെ ഒരു ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ റെഡിയായി കഴിഞ്ഞിട്ട് അവളുടെ ഒരു നെയിം ബോർഡൊക്കെ പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം മോഡലിങ്ങിന് വേണ്ടിയുള്ള അവളുടെ കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ആദ്യമായിട്ട് വരുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും ഒരു കൺഫ്യൂഷനോ ബുദ്ധിമുട്ടോ ഉണ്ടാവാതിരിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഒത്തിരി കുട്ടികളുടെ കംഫോർട്ട് സോൺ നോക്കിയാണ് അവർ ചെയ്യുന്നതൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് 1 മണിയുടെ ട്രെയിനിന് തിരിച്ചു കയറി. ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. നല്ല
നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങൾ ശരിക്കും അടുത്തായിരുന്നു. പിന്നെ ബിസ്ക്കറ്റും ജ്യൂസൊക്കെ വെച്ച് സാനുക്കുട്ടിയെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അവളുടെ അടുത്ത് വന്നിരുന്നതും കുറേ കുഞ്ഞു കുട്ടികളായിരുന്നു, അതുകൊണ്ട് അവൾ കുറേ ഹാപ്പി ആയിരുന്നു. പേഴ്സണലി നല്ലൊരു അടിപൊളി ടീമിൻ്റെ കൂടെയാണ് നമുക്ക് ഒരു ചാൻസ് കിട്ടിയത്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കുറച്ച് നല്ല ഫോട്ടോസ് എടുത്ത് തന്നെ. അങ്ങനെ ഈ ഒരു ഷൂട്ട് കഴിഞ്ഞൊരു 45 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആമസോണിൽ സാനുക്കുട്ടിയുടെ കോസ്റ്റ്യൂം, ആ ഒരു കോസ്റ്റ്യൂമിലുള്ള അവളുടെ ആദ്യത്തെ ആഡ് ഫോട്ടോ എത്തിയിട്ടോ. അപ്പം അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അന്നത്തെ ആ ഒരു എറണാകുളം യാത്ര ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എൻജോയ് ചെയ്തത്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു സോ മച്ച്. ലവ് യു ഗൈസ്. ബൈ.